Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു നോൺ വെജിറ്റേറിയൻ ഡിഷാണ്. വെജ് കുറച്ചേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അറിയാം, പക്ഷെ എന്നാലും ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന സാധാരണ നമ്മൾ ചെയ്യുന്ന ചിക്കൻ കറിയെക്കാട്ടിലും ഒരു വ്യത്യാസപ്പെട്ടൊരു ചിക്കൻ കറി. വ്യത്യാസപ്പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇൻഗ്രീഡിയൻസിൽ മാറ്റമൊന്നുമില്ല, പക്ഷെ അത് ഉണ്ടാക്കുന്ന രീതിയിലൊരു വ്യത്യാസം, അത്രേ ഉള്ളൂ. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുരുമുളക്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, പിന്നെ കുറച്ച് തൈര്. ഇതൊരു 2 സവാള കാണുവേ, നീളത്തിലരിഞ്ഞ്. ഇത് ഒരു തക്കാളി. പിന്നെ വേണ്ടിയത് കുറച്ച് പച്ചമുളക. ഇതൊരു 1/2 kg കാണുമായിരിക്കും കോഴി. പിന്നെ ഇതിനകത്ത് കുറച്ച് നെയ്യും കൂടെ ആവശ്യമുണ്ട്. ഇത്രയും സാധനങ്ങൾ അതിന് വേണ്ടിയേ. പക്ഷെ ഇതിൻ്റെ കൂടെ നമ്മൾ വെളുത്തുള്ളി മാത്രമേ കാണിച്ചുള്ളൂ, പക്ഷെ ഇഞ്ചിയും കൂടെ ഇതിൻ്റെ കൂടെ വേണം, മസ്റ്റല്ല. പക്ഷെ ഇഞ്ചി ഒരു ശകലമെങ്കിലും ഇടണം, അത് ഫ്രിഡ്ജിലുണ്ട്. പിന്നെ എനിക്ക് വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്ക് ആദ്യം ചിക്കൻ ഒന്ന് കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയ സാധനങ്ങളാണ് ആദ്യം ചെയ്യുന്നത്. മിക്സിയുടെ ജാർ എടുത്തേച്ച് കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി. ഇതിന് മുളക് പൊടി കുറവായിരിക്കും, മല്ലിപ്പൊടിയാ കൂടണ്ടേ, അതായത് 3:1. മല്ലിപ്പൊടി ഒരു 3 ആണെങ്കിൽ മുളക് പൊടി 1. അപ്പൊ ഇനി മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ. പിന്നെ വേണ്ടിയത് വെളുത്തുള്ളിയാ. വെളുത്തുള്ളി ഒരു 8 കഷ്ണം ഇട്ടു. 1 2 3 4 5 6 7 8. 2 ചെറുതായതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഇടുക. പിന്നെ വേണ്ടിയത് കുറച്ച് അണ്ടിപ്പരിപ്പ്. ഇത് പിന്നെ ഞാൻ ഈ ഷാമം വെക്കുന്നില്ല, അതിന് എണ്ണമില്ല, കുറച്ച് കൂടുതൽ ഇട്ടോ, നല്ല ടേസ്റ്റാ. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക്. ഇതൊരു നിറച്ച് 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല, ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. ഗരം മസാല തന്നെ ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേർക്കുന്ന കുറച്ചുകൂടെ നല്ല മണം വരുവേ. കുറച്ച് ഒരു കഷ്ണം പട്ട, ഒരു 2-3 ഗ്രാമ്പൂ, കുറച്ച് ഏലക്ക. ഇത് ഇത്രയും എനിക്ക് ഇതിനകത്ത് മതി. അല്ലാതെ ഞാൻ ഇത് ചേർക്കുന്നുണ്ട്, അപ്പം ഈ പൊടിക്കാനായിട്ട് ഇത്രയും മതി. ഇത് പൊടിക്കുമല്ല ചെയ്യുന്നത്, ആദ്യം ഒന്ന് പൊടിച്ചേച്ച് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചേർക്കാൻ മറന്നുപോയി, കുറച്ച് സവാളയും കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നതിന് തന്നെ എടുത്തേച്ചാൽ മതി. ഇതൊന്ന് അരച്ചേച്ച് ഞാൻ കുറച്ച് ഇഞ്ചിയും കൂടെ ഇടാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും കൂടി ഇടട്ടെ. ഇതിനകത്തോട്ട് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടേച്ചാൽ മതി. അത് ഒരുപാട് കൂടുതൽ വേണ്ട ഇഞ്ചി. ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് നല്ല പേസ്റ്റ് പരുവം, അതാന്നു അതിന്റെ കണക്ക്. ഒരിച്ചിരി കൂടി വെള്ളം ഒഴിച്ചോട്ടെ. ഓക്കെ, ഇത് ഇതേപോലെ നല്ല പേസ്റ്റ് പരുവത്തിന് നമ്മളിത് അരച്ചെടുക്കണം. ആ നല്ല മസാലയുടെ ഒരു നല്ല മണമുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ചിക്കൻ ഇല്ലേ, അതിനെ ഈ മസാല തേച്ച് ഒരിച്ചിരി നേരം വെച്ചേക്കണം. മുഴുവൻ മസാല ഇടണ്ട, ആ ചിക്കനേൽ എത്ര പുരട്ടാൻ വേണോ അതനുസരിച്ച് ചേർക്കണം. ആദ്യം ഞാൻ ഈ കോഴി ഒന്ന് ഇതിനകത്തോട്ട് ഇട്ടേച്ച് ഇച്ചിരി ഉപ്പൂടെ ഒന്ന് ചേർക്കട്ടെ. ഇത്രയും ചിക്കന് വേണ്ടിയുള്ള ഉപ്പ് ചേർത്തേച്ചാൽ മതി. ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി അരപ്പെടുക്കുക. ബാക്കി അരപ്പ് ഈ മിക്സിയെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ ഒന്ന് തേച്ച് ഇത് ഇച്ചിരി നേരം ഒന്ന് അരപ്പ് തേച്ച് കോഴിയെ വെക്കുന്നതുകൊണ്ട് നല്ലതാ.
കാര്യം ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കോഴിയരിക്കകത്ത് ഇച്ചിരി ഒരു അരപ്പൊക്കെ പിടിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു ഇച്ചിരി കൂടെ ടേസ്റ്റ് വരും. ഇനിയിപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ അടുപ്പ് കത്തിച്ചേച്ച് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണയുടെ കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടെ ചേർക്കും. ഇനിയിപ്പോൾ അതല്ല, വെളിച്ചെണ്ണ മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്യാം, നെയ്യ് മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് ഏതാ പറ്റുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തേച്ചാൽ മതി. ഇത് ഞാൻ 50-50 ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ 50-50 അല്ല, നെയ്യ് ഒരു ഇച്ചിരി കുറവാ, എന്നാലും അത് ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ ഇച്ചിരി സ്വാദ് നല്ലതായിരിക്കും. ഏതാ ഈ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാദ് നല്ല സ്വാദാണ്. ഇതിനകത്തോട്ട് ഞാൻ ഫസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ കുറച്ച് ഉള്ളി ഒന്ന് വറുത്ത് കോരാൻ പോവാ. അതായത് ബാക്കി വന്ന് നമ്മൾ അരപ്പിന് അരച്ച ഉള്ളിയില്ലേ, അത് പോയിട്ട് ബാക്കി അരിഞ്ഞതിരിക്കുമല്ലേ, അന്നേരം അതെടുത്തേച്ച് ഞാൻ ഇതിനകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാൻ പോവാണേ. ശരിക്കും അതാ എന്നാ പറയാ, ബിരിയാണിക്കൊക്കെ നമ്മൾ വറുത്ത് കോരുകയല്ലേ, അതായത് മേലിലിടാൻ വേണ്ടിയിട്ട് വറുക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് തന്നെ ഇത് വറുത്ത് കോരണം. ഓക്കെ, നമ്മുടെ ഉള്ളി ഒരു ഇച്ചിരി അല്ല, നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ തിരിച്ച് ആ പാത്രത്തിലേക്ക് തന്നെ എടുക്കുക. ഒത്തിരി അങ്ങ് മൊരിയണ്ട. ഒത്തിരി മൊരിഞ്ഞു കഴിഞ്ഞാൽ എന്നാന്നറിയോ, ഒരു കരിച്ചോവ് വരുവേ, അത് വേണ്ട. ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു ഇച്ചിരി പാടാ ഈ പറഞ്ഞ പോലെ മെനക്കെടാനായിട്ട്. ഈ നേരം കൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാം എന്നും നമുക്ക് തോന്നും, പക്ഷെ ഇതിന്റെ ഒരു ടേസ്റ്റ് ഒരു വ്യത്യാസമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ഉള്ളി ഇവിടെ ഇരിക്കട്ടെ. ഇനി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഒരു തീ ഒന്ന് കുറച്ച് വെച്ച് നമ്മുടെ ഈ സ്പൈസസ് ഉണ്ടല്ലോ, പട്ട, ഗ്രാമ്പു, ഏലക്ക, അത് കുറേശ്ശെ ഞാൻ ഇതിനകത്തോട്ട് ഇടുക. ചൂടായ എണ്ണയാന്നു, അന്നേരം എപ്പോഴും ഇടുമ്പോൾ സൂക്ഷിച്ചോണം, ഏലക്കായൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഏലക്ക മാത്രമല്ല ഗ്രാമ്പു എല്ലാം പൊട്ടും. ഒരു തക്കോലം മതിയേ, ഒരു പൂവ്. ഇതിനകത്തോട്ട് ഞാൻ ഈ സ്പൈസിനകത്തോട്ട് ചിക്കൻ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങ് വറുക്കാനിടുക. ഈ ചിക്കൻ അങ്ങ് വേവോളവും നമ്മൾ മൂപ്പിച്ചൊന്നും എടുക്കണ്ട, അതൊന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് കോരാം. കാര്യം വെന്ത് എടുക്കണ്ട ചിക്കൻ, ആ മസാല ഒന്ന് മൊരിഞ്ഞാൽ മതി. ഒരു ലൈറ്റ് ബ്രൗൺ ഒക്കെ ആവുകയല്ലേ എന്ന് പറയുന്ന പോലെ ആക്കി എടുത്തേച്ചാൽ മതി. ഒത്തിരി അങ്ങ് മൊരിക്കരുത്. ഇങ്ങനെ നമ്മൾ ഫ്രൈ ആണെങ്കിൽ ചിക്കൻ ഒട്ടും വേവുകയല്ല, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. കാര്യം ഞാൻ ആ ഒരു അരപ്പൊന്ന് മൊരിച്ചെടുക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ആദ്യം ഇട്ടത് അങ്ങ് ഞാൻ കോരുക. എനിക്ക് അത്രയും ഒരു മതി. എന്നാന്ന് വെച്ചാൽ ഇനി അരപ്പി കിടന്നൊന്ന് വേവാനുള്ളയാ, അന്നേരം ആ ഒരു മുരുവ് എനിക്ക് ധാരാളം മതിയാവും. അതിന്റെ ഏറ്റവും ബെസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് കണ്ടോ, അതിന്റെ ചുറ്റും ഒന്ന് മൊരിഞ്ഞിരിക്കുന്നില്ലേ, അത്രയും മതി. നമ്മുടെ കഷ്ണത്തിൽ എവിടെയെങ്കിലും ഒരു ഇച്ചിരി പച്ച കണ്ടു കഴിഞ്ഞ് വെച്ചാൽ അതങ്ങ് മറിച്ചിട്ടേച്ചും തിരിച്ചിട്ടേച്ചും ഒന്നുകൂടെ മുരിച്ചെടുത്തേച്ചാൽ മതി. ഇനി ഇതേ കൂട്ട് തന്നെ ഞാൻ ബാക്കിയും കൂടെ ഒന്ന് വറുത്തെടുക്കുക. ആദ്യം ഇട്ട സ്പൈസസ് മതി, രണ്ടാമത് ഇടുമ്പോഴും സ്പൈസസ് ഒന്നും ഇടണ്ട. അതിൽ തന്നെ ആ എണ്ണയ്ക്കകത്ത് ഒരു ഫ്ലേവർ വരണം. അല്ലാതെ നമ്മളൊരു ഇച്ചിരി മസാല അരപ്പയിൽ അരച്ചിട്ടുണ്ട്, അത് മതി. ഇനി ഈ ബാക്കി വരുന്ന അരപ്പുണ്ടല്ലോ ഈ പാത്രത്തിലുള്ളത്, അത് കളയരുത്, അത് തിരിച്ചിനകത്ത് തന്നെ ചേർത്തോണം. ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് എടുക്കാം, അരപ്പ് കളയണ്ട ഒട്ടും. ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ നെക്സ്റ്റും കൂടെ ഒന്ന് വറുത്ത് കോരട്ടെ. ഓക്കെ, രണ്ടാമത്തെ സെറ്റും ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വന്നിട്ടുണ്ട്. ഞാൻ അതും അങ്ങ് കോരുക. ഇതിന്റെ കൂടെ നമ്മുടെ സ്പൈസസ് ഒക്കെ പോരുവാണെങ്കിൽ പോന്നോട്ടെ, ഇതിനകത്ത് ഇല്ല എന്നുള്ളൊരു വിഷമം വേണ്ട. ചിലപ്പോൾ നമ്മൾ ചിക്കൻ കോരുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ അതൊക്കെ പോന്നിരിക്കും, അത് ടെൻഷൻ ആക്കണ്ട, പോന്നോട്ടെ. ഇനി ഒന്ന് ഇച്ചിരി കുറച്ച് വെച്ച് നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഒട്ടും എണ്ണയില്ല, ഇച്ചിരിയേ എണ്ണയുള്ളൂ. അതുകൊണ്ട് ഇച്ചിരി എണ്ണയും കൂടെ ഞാൻ ഒഴിക്കുക. ഒത്തിരിയല്ല, ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കുവാണേ. ഇനി ഇതിനകത്തോട്ട് വേണ്ടേ
ഞാൻ ഈ തക്കാളി അങ്ങ് ഇടുക. ഇതെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഹൈ ഫ്ലെയിമേ വെച്ചേച്ച് ഈ തക്കാളി ഒന്ന് അതിന്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പറ്റിയേച്ച് ഒന്ന് എന്താ പറയാ ഒന്ന് മഴന്നു വരുവല്ലേ, ആ പരുവാണ്. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു 2 പച്ചമുളകും കൂടി ഇടുക. എരിവ് ഞാൻ ഇച്ചിരി കുരുമുളകും ഒക്കെ അരപ്പയിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി അരപ്പിനി ഇടാനും ഉണ്ട്. അതുകൊണ്ട് അത് നോക്കിയേച്ച് വേണം നമ്മൾ അരപ്പൊന്ന് ചേർക്കാനായിട്ട്. അരപ്പ് ചേർക്കുന്നതും പച്ചമുളക് ചേർക്കുന്ന എരിവാ നോക്കണ്ടേ. ഇതിപ്പോ ഞാൻ 2 വലുതായതുകൊണ്ട് 2 എണ്ണം അങ്ങോട്ട് കീറിയിട്ടേക്കുവാ. ഇനി തീ ഒരു ഇച്ചിരി കുറച്ചേച്ച് എന്റെ തക്കാളി ഒന്ന് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇത് തീ ഒന്ന് കുറച്ചേച്ച് ഞാൻ ആ ബാക്കി വന്ന അരപ്പിനകത്തോട്ട് ചേർക്കുക. ഈ അരപ്പ് ഒന്ന് ഇച്ചിരി മൂക്കണം. കാര്യം നമ്മൾ ചിക്കന്റെ അരപ്പ് മൂത്ത് കഴിഞ്ഞു. അതേ കൂട്ട് തന്നെ ഈ അരപ്പും കൂടെ, ആ ചിക്കൻ നമ്മൾ എത്ര മൊരിച്ചെടുത്തേ അതേപോലെ തന്നെ ഈ അരപ്പും കൂടെ ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ആവേണ്ട ഒരു സാധനമായി ഈ തൈര്. ഈ തൈരിന്റെ വെള്ളവും ആ പുളിയും ഒക്കെ ഒന്ന് അരപ്പേ കയറണം. തക്കാളി ചേർത്തിട്ടുണ്ട്, എന്നാലും ഇതിപ്പോ ഒരു ടേബിൾ സ്പൂൺ അല്ലേ, അന്നേരം ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ മതി, കൂടുതൽ വേണ്ട. ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്താ ഈ കലക്കി വെച്ചേക്കുന്ന വെള്ളമില്ലേ, നമ്മുടെ ബാക്കി അരപ്പ്, ഇതൊക്കെ ചേർക്കുന്ന സമയത്തുണ്ടല്ലോ വലിയ ഫ്ലെയിം കൊടുക്കരുത്. ഒരു ചെറിയ ഫ്ലെയിമേൽ ഇതെല്ലാം ചെയ്തേച്ചാ മതി. ഇല്ലെങ്കിലുണ്ടല്ലോ ചിലപ്പോ പെട്ടെന്ന് അങ്ങ് അടി പിടിച്ചു പോകും. ഇതിനകത്ത് ഇനി ആ എണ്ണയൊന്ന് തെളിയണം. എന്നാലേ അപ്പൊ ഞാൻ ആ അരപ്പിട്ടപ്പോ ആ പച്ച ചൊവയുണ്ട് ആ അരപ്പിന്. പക്ഷെ നമ്മുടെ ചിക്കനകത്ത് പിടിച്ചേക്കുന്നതാണെങ്കിൽ ഒന്ന് അരപ്പൊന്ന് മൂത്തായിരുന്നു. ആ ഒരു മൂപ്പ് ഈ അരപ്പിനും കൂടെ വരണം. ഉണ്ടാക്കുമ്പോ ഒരു ഇച്ചിരി നീങ്ങിയൊക്കെ നിന്നോ, അരപ്പ് ഇച്ചിരി തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അന്നേരം അതൊരു ഇച്ചിരി ശ്രദ്ധിച്ചോണം. ഞാൻ ചിക്കനെ മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ. ഇനി നമ്മുടെ അരപ്പേൽ ഇച്ചിരി ഉപ്പിടാം. അരപ്പിന് കണക്കാക്കി മാത്രം ഉപ്പിട്ടേച്ചാൽ മതി. ചിക്കനകത്ത് ഇട്ടിട്ടുണ്ട്, പക്ഷെ ചിക്കൻ ഫുൾ പിടിച്ചിട്ടുണ്ടാവൂല. നമ്മൾ ഇത്രയും ചേർക്കാനും കൂടി ഇല്ലേ, ഇനി ഉള്ളിയും കൂടെ ചേർക്കണം. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ പറയാ, മാളികപ്പുറം നമ്മൾ കണ്ടു അല്ലെ, എല്ലാവരുടെ മനസ്സിലും, ഈവൻ അമ്മമാര്, കുഞ്ഞു പിള്ളേര്, എന്താ പറയാ, എല്ലാവർക്കും, ചേച്ചിമാർക്കും, ഈവൻ എല്ലാ ജനറേഷനിലെ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫിലിമാണ് മാളികപ്പുറം അല്ലെ. അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷ് പിള്ളയും പിന്നെ നമ്മുടെ അതിഥി രവി എന്ന് പറയുന്ന പുതിയ ഹീറോയിൻ ആണ്, അപ്കമിങ് ആണ്. ആ മോളും കൂടെയാണ് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ചെയ്യാമെന്ന് വിചാരിച്ച കാര്യം. അവരെ ഇപ്പൊ പറയാം, മാളികപ്പുറം എന്ന് പറയുന്ന ഫിലിം തന്നെ ഒരു പുതിയൊരു ട്രെൻഡ് അല്ലേ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് വന്നേക്കുന്നത്. അപ്പൊ അതേപോലെ ആനീസ് കിച്ചണിലും ഒരു ചെറിയൊരു മാറ്റം വരുത്തി നോക്കട്ടെ, ശ്രമിച്ചു നോക്കാലോ. ശ്രമിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. ശരിക്കും ഇതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും, ദേ നോക്കിയാൽ അറിയാം അരപ്പിന്റെ ഒരു ഡിഫറൻസ്. നമ്മൾ ഈ അരപ്പ് ഞാനിങ്ങനെ മറിച്ചിടുമ്പോഴത്തേക്ക് അതിനൊരു ബ്രൗൺ കളറാണ്, പക്ഷെ ഇതിന്റെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ ഒരു റെഡിഷ് കളർ ഇല്ലേ, ആ ഒരു റെഡിഷ് കളറും കൂടെ ഒന്ന് മാറിയേച്ചാൽ മതി. ഇനിയിപ്പോ ഈ അരപ്പ് അങ്ങ് മുരിഞ്ഞു. ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇല്ലേ, അത് ഇതിനകത്തോട്ട് ഇടുക. ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ചെത്തിയിട്ടാൽ നല്ലതാണ്. ഇനിയിപ്പോ ആ ചിക്കൻ വേവാൻ പോകുന്ന സമയ, അന്നേരം അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉരുളക്കിഴങ്ങും കൂടെ വെന്ത് കിട്ടും. ഈ അരപ്പ് മൊത്തം ചിക്കനെ പിടിച്ചു. ഇനി ഞാൻ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന ഈ ഉള്ളിയും കൂടെ ഇതിന്റെ കൂടെ ഇടുക. എല്ലാം ചൂടായിരിക്കുക. ഇനി എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ഇച്ചിരി ഗ്രേവി വേണം അല്ലെ. ചിക്കൻ ഇങ്ങനെയല്ല ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു നികത്തിയ ഒരു പരുവത്തിന് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കുക.
ഇതിനകത്ത് നിന്ന് ഒരു ഇച്ചിരി ചിക്കനിൽ നിന്നും കൂടെ ഒരു ഇച്ചിരി വെള്ളം ഊറും. അതും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഈ പാൻ നിറയുവേ. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കറിവേപ്പില ഇടുക. ഏറ്റവും ടേസ്റ്റ് ആണെന്നറിയോ, കറിവേപ്പില കുറച്ച് വറുത്തിടുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി.